എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് നമ്മള് ഒരു അക്വാപോണിക്സിനെ പറ്റിയും ഇതൊരു മീനുകളാണ്, ഇതൊരു അക്വാപോണിക്സ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മള് കുറെ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് സ്കൂളൊക്കെ തുടങ്ങിയതാണ്. ഇനി ഞങ്ങള് പരമാവധി വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഇതിനെ പറ്റി ഒന്ന് അറിയാം. ഇത് ഞങ്ങളുടെ ഒരു വീട്ടിലെ ഒരു കുളമാണ്. അപ്പൊ അതിനകത്ത് ഞങ്ങൾ മീൻ ഇട്ടിട്ടുണ്ട്. ഏറെ ഇത് രാത്രി ഇടുന്നതാണ്. ഇത് കുറെ മീൻ. അപ്പൊ കൂട്ടുകാരെ, ഇത് അക്വാപോണിക്സ് യൂണിറ്റ് 1, ഇത് യൂണിറ്റ് 2. ശരിക്കും ഈ മീനുകളിടുന്ന വേറെ വേസ്റ്റ് ഇവിടെ ഒരു താഴത്തൊരു മോട്ടറുണ്ട്. ആ മോട്ടറിൽ കൂടെ വന്ന് ഇവിടെ എത്തും. ഇവിടെ നിന്ന് വേസ്റ്റ് ക്ലീൻ ആക്കി നല്ല വെള്ളമാക്കി. പക്ഷെ കുറച്ച് വേസ്റ്റ് കാണും. അത് ഈ വെള്ളത്തിൽ കൂടെ പോയി ഇവിടെ നമുക്ക് ചെടികളൊക്കെ നടാം. നെച്ചിലൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മളിവിടെ ചെടികൾ വെക്കുമ്പോൾ അതിന്റെ വേസ്റ്റ് ഇതിന് ഉപകാരപ്പെടും. ഈ ചെടികൾക്ക് നമുക്ക് വന്നിട്ട് പച്ചക്കറികളും ചെടികളും ഒക്കെ നടാം. ഒരു മരം നടാൻ പറ്റില്ല. പിന്നെ ഇത് എന്നിട്ട് ഇതിന്റെ താഴ്ച ഇതുവഴി തന്നെ വെള്ളം താഴത്തോട്ട് പോകും. നമ്മൾ കുറച്ചൊരു വെള്ളം ഒഴിച്ചാൽ മതി. അതപ്പം തന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് താഴത്തോട്ട് മുകളിലോട്ട് പോയി മുകളിൽ നിന്ന് താഴത്തോട്ട് പോകും. അതാണ് രസമുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഇത് നമ്മുടെ ഒരു സാധാരണക്കാരുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒക്കെ വെക്കാം. പിന്നെ ഇത് നമുക്ക് നല്ലോണം ഉപകാരപ്പെടും. ഇങ്ങനെ ഒരു വെയിലായതുകൊണ്ട് എല്ലാവർക്കും കൃത്യമായിട്ട് കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വെളിച്ചിലോടും തണലൊക്കെ ആയി കാണാൻ പറ്റും. അപ്പൊ ആ വീഡിയോ നമുക്കൊന്ന് നേരെ ആ വീഡിയോ കേട്ടു. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, നിങ്ങളതെല്ലാം കണ്ടോ? ഓക്കെ, കണ്ടു. ഇനി നമുക്ക് എന്താ പറയാ, നമുക്ക് നമ്മുടെ വീഡിയോ എല്ലാവർക്കും പരമാവധി ഷെയർ ചെയ്യാം. നമ്മളെല്ലാ വീഡിയോസിലും ഞാൻ നോക്കുമ്പോൾ എന്താ വ്യൂവേഴ്സ് കൂടുതലുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യണ്ട. ഞാൻ വിഷമം എനിക്ക് പറ്റുന്നില്ല. ലൈക്ക് ചെയ്താൽ ഞാൻ പറയുകയാണ്, അടുത്ത വീഡിയോ നമുക്ക് ഒരു കാർസിന്റെ ഇടാം. ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു നല്ലോണം ലൈക്ക് കയറി പോയാൽ നമുക്ക് അടുത്ത ഒരു കാറിന്റെ ഒരു സെറ്റ് വീഡിയോ ഇടാം. നല്ലോണം കയറിപ്പോയാ, പക്ഷെ അത്ര വ്യൂവേഴ്സ് ഉണ്ടോ അത്രയും തന്നെ കയറിപ്പോണം ഗൈസ്. അപ്പൊ അത് നമ്മൾ നോക്കണം. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾ നോക്കൂലോ. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കൂടെ അത് നമുക്ക് പതുക്കെ ഓരോരുത്തരായിട്ട് കൂടുന്നുണ്ട്. അതിനകത്ത് വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഇത് ആരൊക്കെ ചെയ്തോ അവർക്ക് എന്റെ യൂട്യൂബ് ചാനൽ എന്റെ എല്ലാവരുടെയും ഒരു നല്ല സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പിന്നെ ഗൈസ്, നമുക്ക് പറയാം, ഈ വീഡിയോസ് ഒക്കെ കണ്ടു. വീഡിയോസ് കാണുന്ന നിങ്ങൾ വെറുതെ സ്ക്രോൾ ചെയ്ത് പോവാം. ഷോർട്സ് ആണ് തന്നെ സ്ക്രോൾ ചെയ്ത് പോവാണ്. അതേപോലെ എന്റെ വീഡിയോസ് ഒക്കെ എല്ലാവരുടെയും എല്ലാ യൂട്യൂബ് ചാനലിന്റെ ലൈക്കും ഇതൊക്കെ ചെയ്യണം. നമ്മൾ സ്ക്രോൾ ചെയ്താൽ പോരാ. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കഴിയൂ. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പൊ ഞാൻ അത്ര പറയാനുള്ളൂ. ഇഷ്ടപ്പെട്ട വീഡിയോകളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. കാരണം ഇഷ്ടപ്പെടാത്ത എന്നാലും നിങ്ങൾക്ക് ലൈക്ക് ചെയ്തുകൊണ്ട് ഒരു ലൈക്കല്ല ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളോട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ലൈക്ക്
ലൈക്ക്. ഇതെനിക്ക് നല്ല വീഡിയോ എന്ന് തോന്നുന്നു, കാരണം എല്ലാവർക്കും ഇത് കഴിയുന്നുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കട്ടോ, കാരണം നമുക്കിത് ഒരു ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. അപ്പൊ നമുക്കിത് എല്ലാവരും വീട്ടിൽ കുളം വേണമെങ്കിൽ അവർ കുത്തിത്തരും, അവര് കുളം ഇത്. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ നമുക്കിത് ഇത് നിങ്ങളുടെ ആർക്കെങ്കിലും വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ ഈ വീഡിയോയുടെ താഴത്ത് ഒന്നൊരു കമന്റ് കൊടുത്താൽ മതി, ഞങ്ങൾ ഇന്ന് റിപ്ലൈ ആയിട്ട് ഇത് അയച്ചു തരാം. ഇവരുടെ വിളിക്കേണ്ട നമ്പറും ഇതിന്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് അയച്ചു തരാം. പിന്നെ ഈ വീഡിയോ തന്നെ നിങ്ങൾ ഇതിന്റെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഇതിന്റെ ഇതൊക്കെ നിങ്ങൾ കണ്ടു, ഓക്കെ അല്ലേ? അപ്പൊ പിന്നെ നമ്മള് വീഡിയോ ഞാൻ അധികം നീട്ടുകൊണ്ട് നമുക്ക് നിർത്താം. അപ്പൊ നമുക്ക് ഇത് ഇനിയിപ്പോ ആരുടെയും വീട്ടിൽ കുളം ഇല്ല എങ്കിൽ ഓർത്ത് ആരും വിഷമിക്കണ്ട. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് തന്നെ കുളം കൊണ്ടു തരും. കുളം എന്ന് ഉദ്ദേശിച്ച അങ്ങനെയല്ല, ഈ ടാങ്ക് മീനും അവര് തന്നെ തരും. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ തന്നെ മീൻ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ എടുക്കേണ്ടി വരും. നമ്മളെന്താണോ മീനെ കൊണ്ട് ചെയ്യണം വളർത്തുകയാണെങ്കിൽ അതൊക്കെ കഴിയുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം തൊട്ട് നമ്മൾ തന്നെ മേടിക്കേണ്ടി വരും. പിന്നെ അത് അവർ പറയുന്ന ഒരു വലിയ ടാങ്കാണ്, ഒരു അത്യാവശ്യം നമ്മൾ ഇത്ര ഇതിൻ്റെ ടാങ്ക് വേണം, അത് അവർ മുറിച്ചുകൊണ്ട് വരും.